എൻ്റെ പേര് ഓമന. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പുതുപ്പാടിയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് എനിക്ക് ഈ പുണ്യഭൂമിയിൽ വന്ന് അമ്മയെ ഈശോയും മഹത്വപ്പെടുത്താൻ എനിക്ക് അനുഗ്രഹിച്ചതിന് പിതാവായ ദൈവത്തിനും അമ്മ മാതാവിനും കർത്താവായ ഈശോ മിശിഹായ്ക്കും 1000 നന്ദി. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ പറയാം. ഞാൻ 6 വർഷമായി സ്വന്തമായൊരു തൊഴിൽ തുടങ്ങണമെന്ന് മനസ്സിലാഗ്രഹിച്ചിട്ട് അത് മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2 മാസം കൊണ്ട് മാതാവിനോട് മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവ് എനിക്ക് തിരഞ്ഞെടുത്ത് തന്നതാണ് ഒരു സോപ്പിൻ്റെ സംരംഭം. സോപ്പ് നമ്മൾ ഹോം മെയ്ഡായിട്ട് വീട്ടിലുണ്ടാക്കുന്ന സോപ്പാണ് അതിൻ്റെ സംരംഭം. ഞാൻ അങ്ങനെ സോപ്പ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, ഇത് ഉണ്ടാക്കിയത് മാതാവേ എല്ലാ ജനങ്ങളും അറിയണമല്ലോ, അതെന്താ വഴിയെന്ന് മാതാവിന് ചോദിച്ചു. മാതാവ് അതിലൂടെ എന്നെ അനുഗ്രഹിച്ച് ഞങ്ങളെ നാട്ടിൽ ഈ ആഴ്ച ചന്ത ഉണ്ടാവും. അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം ആഴ്ച ചന്തയിൽ മാതാവിൻ്റെ കൃപയാൽ ആഴ്ച ചന്തയിൽ പോയി ഞാൻ കച്ചവടം ചെയ്യും സോപ്പുകൾ. ഞാൻ പഠിച്ചിട്ട് പോലും ഇല്ല, പക്ഷേ ഈ സോപ്പ് ഉപയോഗിച്ചവർ എല്ലാ മക്കളും പറയുന്നുണ്ട് നല്ല സോപ്പാണ്, ഏറ്റവും നല്ല എന്തൊക്കെ അതിൻ്റെ ഉപകാരങ്ങളുണ്ടോ അതൊക്കെ നല്ല സോപ്പാണ്, നല്ല അഭിപ്രായങ്ങളാണ് മാതാവിൻ്റെ കൃപയാൽ അവർ പറയുന്നത്. അങ്ങനെ ചന്തയിൽ ഞാൻ എല്ലാവർക്കും സോപ്പ് കൊടുത്ത് എല്ലാവരും എന്നെ വിളിച്ച് പറയും. എല്ലാവർക്കും ഇഷ്ടം പോലെ ജനങ്ങളെ ഇപ്പോൾ സോപ്പ് വാങ്ങുന്നത്. സോപ്പ് മാത്രമല്ല കേട്ടോ, ഷാമ്പു, ഹോം മെയ്ഡ്, ഫേസ് ക്രീം എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ ഇതിനൊരു പേരിട്ട് സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി പേരിടാൻ വേണ്ടി നോക്കുമ്പോൾ കൃപാസത്തിൻ്റെ കൃപ നാച്ചുറൽ പ്രൊഡക്റ്റാണ് ഞാൻ പേരിട്ടേക്കുന്നത്. അതിന് മാതാവിന് നന്ദി പറയുന്നു. ഇതിലൂടെ മാതാവ് എനിക്കൊരു ഷോപ്പ് എടുത്തു തന്നു കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഷോപ്പ് ഇതുവരെ ഉദ്ഘാടനം ആയിട്ടില്ല. മാതാവിൻ്റെ അവിടെ ഇന്ന് വന്ന് ഫോട്ടോ ഒക്കെ വാങ്ങി കൊണ്ടുപോയി അടുത്ത മാസം വേണം ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ. ഞാൻ വിചാരിക്കാത്ത എനിക്കൊരു ഐഡിയ പോലും ഇല്ലാത്ത വലിയൊരു ഷോപ്പിൻ്റെ എല്ലാ പണി കളഞ്ഞ ഒരു ഷോപ്പാണ്. എനിക്ക് അവിടെ ഒരു പണിയും ഇല്ല. അത്രയും നല്ല ഷോപ്പാണ് മാതാവ് എനിക്ക് തന്നത്. ഇനിയും മാതാവ് എന്നെ ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ഈ വിരലിൻ്റെ നഖത്തിൻ്റെ ചുറ്റും എല്ലാ കൊല്ലം നഖം കുത്തി പഴുക്കലുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഈ പഴുപ്പും വെച്ചിട്ടാണ് ഞാനിവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവിടുത്തെ വിളക്കിൽ എണ്ണ പരട്ടി പ്രാർത്ഥിച്ച് അതിലൂടെ ഇപ്പോൾ 2 വർഷമായി ആ കയ്യുമ്മ ആ പഴുപ്പ് വന്നിട്ടില്ല. അതുപോലെ ഈ ഒരു വിരലിൻ്റെ മുകളിലൊരു കുരു വന്നിട്ടുണ്ടായിരുന്നു. അതും അതേപോലെ ഒരു പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മാതാവിൻ്റെ വിളക്കിലത്തെ എണ്ണ എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും മാറി. 5-6 മാസമായി മാറിയിട്ട്. പിന്നുള്ളൊരു സാക്ഷ്യം, എനിക്ക് നടുവിൻ്റെ എല്ല് തേയ്മാനായി എല്ല് ബൾജിങ്ങായി തള്ളിക്കുന്ന രോഗമാണ്. എത്ര ഡോക്ടർമാരെ കാണിച്ചിട്ട് ഒരു മരുന്നും കഴിച്ചിട്ട് മുടി കൊഴിഞ്ഞു പോകല്ലാണ്ട് രോഗങ്ങൾ മാറുന്നില്ല. അങ്ങനെ ഞാൻ ഡോക്ടർ പറഞ്ഞ് ശരീരം മെലിയാൻ വേണ്ടിയിട്ട് തടിക്കേണ്ട മെലിയാൻ വേണ്ടി ഞാൻ ഒരാഴ്ച നടന്നപ്പോൾ ഫുള്ളും കാലുമ്മ നീര്. അങ്ങനെ ഒരാഴ്ച ഫിസിയോതെറാപ്പി, MCRൻ്റെ ചെരുപ്പ് ഇടാനും പാടുള്ള അകത്തും പുറത്തുനിന്ന് പറഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോൾ 2023 ഒക്ടോബർ 2 ഞാൻ ജപമാല റാലിക്ക് ഇതുവരെ പോയിട്ടില്ല. ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കും. അപ്പുറം ഇപ്പുറം തിരിഞ്ഞു നോക്കി കിടക്കുമ്പോൾ എനിക്ക് കാലുമ്മ ഭയങ്കര വേദന. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് എനിക്കൊരു അരുളപ്പാട് തന്നു, നീ ജപമാല റാലി പങ്കെടുക്കണമെന്ന്. അങ്ങനെ ഒരു അരുളപ്പാട് എനിക്ക് തന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കി വന്നിട്ടുള്ളൂ, ഇനി എൻ്റെ ഭർത്താവ് എന്നെ പറഞ്ഞു വിടില്ല, എന്ത് ചെയ്യും? മാതാവ് തന്നെ ഭർത്താവിനോട് സമ്മതിപ്പിക്കണമെന്ന്. അങ്ങനെ ഭർത്താവിൻ്റെ സമ്മതം കിട്ടി. ഞാൻ ആദ്യമായിട്ട് ജപമാല റാലിയിൽ പങ്കെടുത്ത് ഒരു 10 മിനിറ്റ് നടക്കാൻ പറ്റാത്ത ഞാൻ 5.5 മണിക്കൂർ ജപമാല റാലിയിൽ പങ്കെടുത്ത് നടന്ന്. അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം എൻ്റെ കാലുമ്മ ഞരമ്പ് വേദനയും നടക്കാൻ പറ്റാണ്ടായി. അങ്ങനെ ഏതോ ഒരു മകൾ, ഞാൻ അറിയാത്ത മകളോട് ഉടമ്പടി തൈലം വാങ്ങി വിശ്വാസ പ്രമാണം തേച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സെക്കൻഡില്ല, അപ്പോഴത്തേക്ക് ആ വേദന മാറി. വീണ്ടും ആ വേദന വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്നെ നീ അർത്തുങ്കൽ വരെ ഓട്ടോറിക്ഷയിലെ കൊണ്ടുവരുത്തല്ലേ, നടന്ന് തന്നെ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ മാതാവിൻ്റെ കൃപയാൽ ഞാൻ നടന്ന് അർത്തുങ്കൽ വരെ എത്തി. ഞാൻ ജപമാല റാലി പങ്കെടുത്തതോടെ അന്ന്
അന്ന് വന്നന്ന് തൊട്ട് ഇന്നലത്തെ ദിവസം വരെ ഒരു വേദന ഇല്ലാണ്ട് സുഖമായിട്ട് നടക്കുന്ന, ഞാൻ പണികൾ ചെയ്യുന്ന, ചെടികൾ നടന്നു കുനിഞ്ഞിട്ട്, നീരുമില്ല, വേദനയില്ല, സോപ്പ് ഉണ്ടാക്കുന്നു, വിൽക്കുന്നു, ഭാരമുള്ളത് എടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം മാതാവിൻ്റെ കൃപയാലാണ് ഇതൊക്കെ സംഭവിച്ചത്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് മാതാവിൻ്റെ വണക്കമാസം അന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി ചോറ് കൊണ്ടുകൊടുത്ത്, കൊച്ചുമോൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് 10 ചോറ് ഭിക്ഷക്കാർക്ക് കൊണ്ടുകൊടുത്ത്, അതുപോലെ വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് നൈറ്റി വാങ്ങിക്കൊടുക്കും, ചാക്കരി കൊടുത്ത്, അങ്ങനെ ഞാൻ ചന്തയിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഞാൻ പൈസ, ചായ കുടിക്കാൻ പൈസ കൊടുക്കും. പിന്നെ ഉപ്പും തേനും ബൈബിളും കാശിരൂപം ഫോട്ടോ എല്ലാം എല്ലാ ഹിന്ദുക്കൾക്കും വാങ്ങിക്കൊടുക്കും. ഞാനൊരു ഹിന്ദു കേട്ടോ. അമ്മയുടെ മഹത്വം, അമ്മയുടെ ഈശോയുടെ മഹത്വം കൃപാസനം എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് വന്ന തൊട്ടാണ് ഞാൻ അറിയുന്നത്. എല്ലാം അമ്മയുടെ ഈശോയുടെ കൃപയാൽ മുന്നോട്ട് പോകുന്നത്. പിന്നെ എൻ്റെ കൊച്ചുമകൻ ബഹ്റൈനിലാണ്, 2 വയസ്സായ കുട്ടി. അവനൊരു പനി വന്ന് അതിലൂടെ ന്യൂമോണിയ കൂടിയിട്ട് ലെൻസിൽ കയറി ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലായി. ബഹ്റൈനിൽ നിന്ന് ഇങ്ങോട്ട് വരാനും പറ്റൂല. അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തു. മോൻ എന്നോട് വിളിച്ച് കരഞ്ഞ് അമ്മയെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ലൈറ്റാക്കാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട്, മോനും ലൈറ്റാക്കണം പ്രയർ റിക്വസ്റ്റ്. ഇവിടെ ഉടമ്പടി തൈലം തേനും മരുമോളുടെ അമ്മ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ എന്നും അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ തുടങ്ങി അന്ന് തൊട്ട് ഇവൻ ഓരോ ദിവസം എക്സ്റേ എടുക്കും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അതിലൂടെ ആ പ്രാർത്ഥനയിലൂടെ ഓരോ ദിവസം ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒക്കെ നോർമൽ റിസൾട്ടായി വന്ന്. പിന്നെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുന്ന പോലെ 2 പ്രാവശ്യം കാണണമെന്ന് പറയും. ഞാൻ 2 പ്രാവശ്യം കാണും. ആ ധ്യാനത്തിലൂടെ പ്രാർത്ഥനയിൽ ശ്വാസം വിടാണ്ട് കരഞ്ഞ് ഈ മോനെ വേണ്ടി പ്രാർത്ഥിച്ച് അതിലൂടെ എല്ലാം സൗഖ്യമായി. ഇപ്പം ഇന്നലെ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല, നോർമലാന്ന് പറഞ്ഞു. എല്ലാത്തിനും പിതാവായ ദൈവത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി പറഞ്ഞു. പ്രാർത്ഥനയിൽ കൂടുതൽ വളരുവാനും എന്നെ അമ്മയും ഈശോയും അനുഗ്രഹിച്ചു. ദൈവത്തിന് നന്ദി. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഓമന എന്ന ഈ മകള് തൻ്റെ ജീവിതത്തിൽ താൻ ഒന്നും പഠിച്ചിട്ടില്ല, തനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. 6 വർഷമായിട്ട് തനിക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ എന്തെങ്കിലും വേണം. പിന്നീട് തനിക്ക് ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് ഇന്ന് താൻ എന്തെല്ലാം ചെയ്യുന്നു, എങ്ങനെ തനിക്ക് ഒരു ചെറിയ സംരംഭമായിട്ട് തുടങ്ങിയത് ഒരു കട സ്വന്തമായിട്ട് തനിക്ക് ലഭിക്കുന്ന രീതിയിൽ അമ്മ മാതാവ് തനിക്ക് അതിനെല്ലാം വഴികളൊരുക്കി. തൻ്റെ രോഗസൗഖ്യങ്ങൾ, അതുപോലെ ഇന്ന് താൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഓരോ രോഗസൗഖ്യങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുക്കുവാനും, അതുവഴി താൻ വർഷങ്ങളായിട്ട് അനുഭവിച്ചിരുന്ന തൻ്റെ രോഗങ്ങളെല്ലാം, പ്രത്യേകിച്ച് നടു സംബന്ധമായിട്ടുള്ള എല്ലാ വേദനകളും തന്നെ വിട്ടുമാറുവാനുമൊക്കെ എങ്ങനെയാണ് ഇടയായത്. ഇതൊക്കെ തനിക്ക് ലഭിക്കുമ്പോൾ താൻ എത്രമാത്രം ഈശോയെയും അമ്മയെയും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള സമയം സാഹചര്യമൊക്കെ താൻ എങ്ങനെ ഉണ്ടാക്കുന്നു. ഇതെല്ലാം ഓരോ വ്യക്തികൾ, നമുക്കൊന്നിനും സമയമില്ല എന്ന് നാം പറഞ്ഞാൽ നമുക്കൊന്നിനും സമയം കാണില്ല. എന്നാൽ ഇത് ഞാൻ ചെയ്യേണ്ട കാര്യം മാത്രമാണ്. എൻ്റെ ഈശോയെയും അമ്മയെയും മറ്റുള്ളവരോട് പറയണം. അതുകൊണ്ട് ഞാൻ ഉടമ്പടി ജീവിക്കുന്ന മകളായതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ ഏറ്റവും തീഷ്ണതയോടെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യണം. ഇത് ഓരോ നിലപാടുകളാണ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ കൃപ കൂടുതലായിട്ട് നമ്മിലേക്ക് കടന്നു വരിക. നമുക്ക് കരങ്ങളടിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.